അഗ്നി ശവമഞ്ചത്തെ സംസ്കരിക്കുന്നു. മൃതദേഹത്തെ കല്ലറയിൽ എത്തിക്കുന്ന ധർമ്മം പൂർത്തിയാക്കുമ്പോൾ ശവമഞ്ചത്തെ അവിടെ വെച്ച് തന്നെ കത്തിച്ചു കളയുന്നൊരു പതിവുണ്ട് ഇവിടെ. മഡഗാസ്കറിലെ രീതി അനുസരിച്ച് കാർമികൻ ദേവാലയവാദികൾ വന്ന് പ്രാർത്ഥന ചൊല്ലിയാണ് മൃതദേഹത്തെ സ്വീകരിക്കുന്നത്. ബന്ധുക്കളുടെ ആവശ്യപ്രകാരം കുർബാനയും അർപ്പിക്കാറുണ്ട്. ഓഫീസിനിടയിൽ പള്ളിയിൽ വന്നവരെല്ലാം ഹന്നാൻ ജലം മൃതദേഹത്തിന് മേൽ തെളിക്കാറുമുണ്ട്. സംസ്കാര കർമ്മങ്ങൾക്കായി മൃതദേഹം പള്ളിയിൽ കൊണ്ടുവരുന്നത് ബെത്തലത്താഴ ഇടവകയിൽ പുതിയൊരു സംഭവമാണ്. സാധാരണയായി ഗ്രാമങ്ങളിൽ മരിച്ചവരുടെ വീടുകളിൽ പോയാണ് സംസ്കാര പ്രാർത്ഥനകൾ നടത്തുക. മലേറിയ മൂലം 20-ാം വയസ്സിൽ മരിച്ച കുട്ടികളുടെ ഭക്തസംഘടനയിൽപ്പെട്ട വലറിയുടെ ദേഹമാണ് ആദ്യമായി ഇങ്ങനെ പള്ളിയിലെത്തപ്പെട്ടത്. ചെറുപ്പത്തിൽ മരിച്ചതുകൊണ്ടാകാം ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ധാരാളം പേർ സംസ്കാരത്തിൽ പങ്കെടുത്തു. വലറിയുടെ കുടുംബക്കല്ലറ ഭൂമിക്കടിയിലാണ്. പള്ളിയിലെ സംസ്കാര കർമ്മങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്കും പുതിയ ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ടാകാം അന്ന് തന്നെ പെട്ടെന്ന് മരിച്ച 55 വയസ്സുള്ള മർസലിൻ്റെയും സംസ്കാര കർമ്മങ്ങൾ പള്ളിയിൽ തന്നെ നടത്തുവാൻ ബന്ധുക്കൾ ആഗ്രഹിച്ചത്. മാതാവിൻ്റെ നാമത്തിലുള്ള ഭക്തസംഘടനയിലുള്ള മർസൽ സുഖമില്ലാതെ തന്നെയാണ് മരണപ്പെട്ടത്. കല്ലറകൾ പലവിധമുണ്ട്. വീട് പോലെയുള്ളത്, ഉള്ളിൽ ട്രെയിനിലെ ബെർത്ത് പോലെ മൃതദേഹം കിടത്താനുള്ള അറകൾ ഉണ്ടാകും. ചിലത് ഭൂമിക്കടിയിൽ കുഴിയുണ്ടാക്കിക്കൊണ്ടു. കല്ലറകൾ സാധാരണയായി കല്ലിൽ തീർത്തതാണ്. സംസ്കാര ശേഷം കല്ലുകളും സിമെൻറ്റും വെച്ചടക്കി. സ്ഥിരമായും താൽക്കാലികമായും കല്ലറ അടച്ച് സൂക്ഷിക്കുന്നവരുണ്ട്. കുടുംബക്കല്ലറകൾ കുടുംബാംഗങ്ങളുടെ മരണത്തോടെ വീണ്ടും തുറക്കേണ്ടതുണ്ട്. ഇത് ഗോത്രങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമാണ്. സംസ്കാര വേളയിൽ ശ്രമദായകർക്കും വന്നുകൂടിയവർക്കും ചെറിയ അളവിൽ ചാരായം നൽകിക്കൊണ്ടിരിക്കുന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഒറ്റ കല്ലറയായി കാണപ്പെട്ടാലും സ്ത്രീ പുരുഷന്മാർക്ക് വ്യത്യസ്ത അറകളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ ആയാൽ പോലും ഒരു കല്ലറയിൽ ഇടത്തും വലത്തും വ്യത്യസ്ത അറകളിലാക്കി അടക്കുന്നു. പുതിയ മൃതദേഹം അടക്കപ്പെടുവാൻ കല്ലറ തുറന്നാൽ അതിനകത്തുള്ള പഴയവരുടെ ദേഹങ്ങൾ പുതിയ കച്ചയിലേക്ക് മാറ്റി വീണ്ടും അടക്കും. പൂർവികരെ വളരെ ബഹുമാനിക്കുന്ന മലയാസികൾക്ക് മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരെ പോലെ തന്നെയാണ്. അവരുടെ നിശബ്ദ സാന്നിധ്യം തലമുറകൾ പോലും അനുഭവിക്കുന്നു. അതുകൊണ്ടായിരിക്കാം വീടുകൾ പുല്ലിൽ മേഞ്ഞാലും കല്ലറകൾ കല്ലിൽ തീർക്കുന്നത്. ഇവിടുത്തെ രീതി അനുസരിച്ച് ക്രിസ്ത്യാനി ആയാലും അല്ലെങ്കിലും കുഴിമാടത്തിൽ കുരിശു വയ്ക്കുന്നൊരു പതിവ് എല്ലായിടത്തുമുണ്ട്. അവസാന കാഹളം മുഴങ്ങുമ്പോൾ എല്ലാവരും നിത്യജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.